ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 2-ാം തീയതി. എല്ലാവരും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസം തുടങ്ങിക്കാണും അല്ലേ? ഇത് വലിയ ഒരു ദണ്ഡവിമോചനം കിട്ടുന്ന പ്രാർത്ഥനയാണ് കേട്ടോ. ഈ വണക്കമാസം ധ്യാനിക്കുന്നതും അതിലെ സൽക്രിയകൾ ചെയ്യുന്നതുമെല്ലാം. ഇന്ന് 2-ാം തീയതിയിലെ ധ്യാനത്തിൽ പറയുന്നത്, ശുദ്ധീകരണ സ്ഥലത്ത് പ്രായശ്ചിത്ത കടം അനുഭവിക്കുന്ന ആത്മാക്കൾ ഉണ്ട് എന്ന് എല്ലാ സഭകളും വിശ്വസിച്ചിരുന്നു എന്നതാണ് ചുരുക്കമായിട്ട് ഈ ധ്യാനത്തിൽ പറയുന്നത്. ഈശോ ഈ ലോകത്തെ വീണ്ടും രക്ഷിക്കാൻ വേണ്ടി വരുന്നതിന് മുമ്പുണ്ടായിരുന്ന കീർത്തിപ്പെട്ട ഏഷ്യക്കാരും പേർഷ്യക്കാരും ഈജിപ്തുകാരും ഗ്രീക്കുകാരും റോമാക്കാരും മരിച്ചവരെക്കുറിച്ച് അനേക കർമ്മങ്ങളും ജപങ്ങളും ബലികളും നടത്തി വന്നിരുന്നു എന്ന് അവരുടെ ചരിത്രങ്ങളിൽ നിന്നറിയുന്നു. ഇന്നത്തെ ധ്യാനത്തിൽ പറയുന്നത്, എല്ലാ മതക്കാരും മരിച്ചുപോയവരെ അവർ അവിടെ കിടന്ന് സഹനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതുപോലെ പരലോകത്തെക്കുറിച്ച് വിശ്വസിച്ചിരുന്നു. ഇതാണ് ഇന്നത്തെ ധ്യാനത്തിൽ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതുപോലെ ബിംബാരാധനക്കാരായിരുന്ന ചീന ദേശക്കാർ, അവരും മരിച്ചുപോയ തങ്ങളുടെ പൂർവികന്മാരെക്കുറിച്ച് ഭയഭക്തിയോടെ തിരുനാളുകൾ കൊണ്ടാടി പലവട്ടം ബലികർമ്മങ്ങൾ നടത്താറുണ്ട്. അതുപോലെ ഇന്ത്യ രാജ്യത്തിലുള്ള ഹിന്ദുക്കൾ മരിച്ചവരുടെ ആത്മാക്കളെക്കുറിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ മതത്തിലുള്ളവരും മരിച്ചുപോയവരെ കുറിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മെ മനസ്സിലാക്കി തരുന്നത്. മരിച്ചവരുടെ ആത്മാക്കൾ സന്തോഷാവസ്ഥയിലെത്താൻ വേണ്ടിയാണ് ഇത് എന്ന് സ്പഷ്ടമാണ്. ഈശോമിശിഹായുടെ വരവിന് മുമ്പ് തന്നെ സത്യദൈവത്തെ അറിഞ്ഞ് ആരാധിച്ചു വന്ന യൂതന്മാർ അവരുടെ മരിച്ചുപോയ ആത്മാക്കളെ കുറ്റങ്ങളിൽ നിന്ന് മോചിതരായി മോക്ഷാനന്ദഭാഗ്യം പ്രാപിക്കാൻ തക്കവണ്ണം ജപം, തപസ്, ദാനം, പൂജ ഇതൊക്കെ ചെയ്തിരുന്നു എന്ന് വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാം. അതുപോലെ മഹാവീരശൂരനായ യൂദാ മെക്കബായുടെ കാലങ്ങളിൽ ചില സേനകൾ സത്യവേദത്തെക്കുറിച്ച് യുദ്ധത്തിൽ അപായപ്പെട്ടു മരിച്ചു. അവരുടെ പ്രേതങ്ങൾ മഹാപൂജിതയോടെ സംസ്കരിച്ച് അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു. അതുകൂടാതെ പടത്തലവനായ യൂദാ മെക്കബ ജനങ്ങളിൽ നിന്നും വളരെ പണം ശേഖരിച്ച് 12,000 വെള്ളി നാണയങ്ങൾ ഓറസ്ലേം മഹാനഗരിയിലുള്ള ദേവാലയത്തിൽ കൊടുത്തയച്ച് മരിച്ചുപോയവരുടെ പാപങ്ങൾക്ക് വേണ്ടി പൂജകൾ അർപ്പിച്ചു. സഹോദരങ്ങളെ, ഞാനിത് വണക്കമാസ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്. അതുകൊണ്ട് വാക്കുകൾ കുറച്ച് പഴയതാണ്. ഇത് ചവറ പിതാവിൻ്റെയൊക്കെ കാലത്ത് വെച്ച് എഴുതിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പ്രേതങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾ പറയുന്ന പോലെ പ്രേതങ്ങൾ എന്ന് അല്ല വിശ്വസിക്കേണ്ടത്. പ്രേതം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ബോഡിയെ പറയുന്ന പേരാണ് കേട്ടോ. അതായത് ശവം എന്നൊക്കെ നമ്മൾ പറയുന്നത്, മൃതദേഹം എന്നൊക്കെ പറയുന്നത്. ഈ ധ്യാനത്തിൽ പറയുന്നതും എല്ലാം പണ്ട് മുതലേ മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളും ദാനങ്ങളും വിശുദ്ധ കുർബാനയും ഒക്കെ അർപ്പിച്ചിരുന്നു എന്നുള്ള സത്യം, ഇത് വിശ്വാസ സത്യമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ പിശാചിൻ്റെ പരീക്ഷകളാൽ അറിയാനോസുകാരും നെസ്തോറിയൻകാരെന്നും ഗ്രീക്ക് സഭക്കാരെന്നും മസ്കോബിത്തർ എന്നൊക്കെ പറയുന്ന പതിതർ കൂട്ടമായിട്ട് തിരുസഭയിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരും മരിച്ചവർക്ക് വേണ്ടി ജപങ്ങളും മറ്റും നമ്മുടെ പോലെ ചെയ്തു വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഇന്ത്യ രാജ്യത്തുള്ള നമ്മുടെ ദേശത്ത് യാക്കോബായ് ശീശ്മയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ട്. അവരും മരിച്ചവർക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനാൽ ഈ മരിച്ചുപോയവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നതും സഹനങ്ങൾ ഏറ്റെടുക്കുന്നതും ദാനധർമ്മം ചെയ്യുന്നതും ഫലപ്രദമാണ് എന്നുള്ള വിശ്വാസ സത്യത്തെക്കുറിച്ചാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. 16-ാം നൂറ്റാണ്ടിലുണ്ടായ പ്രൊട്ടസ്റ്റൻ്റ് സഭക്കാർ മാത്രമേ ഈ സത്യത്തെ അവിശ്വസിക്കുന്നുള്ളൂ. പ്രൊട്ടസ്റ്റൻ്റ് മതക്കാർ മാത്രം. അപ്പോൾ മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതിൽ
ഒരു സംശയവുമില്ല. അവരെ ഭയപ്പെടുത്തുന്നവരായിട്ട് കാണരുത്, അവരെ ഭയപ്പെടരുത്, അവരെ നമ്മൾ മാറ്റി നിർത്തരുത്. ഈ മരിച്ചുപോയവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഓസ്ട്രിയയിലെ മരിയ സിമ്മ എന്ന് പറയുന്ന ഒരു സഹോദരിക്കാണ് മരിച്ചുപോയവർ വളരെയധികം പ്രത്യേക വിധത്തിൽ വന്ന് ദൈവം അതിന് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു സഹോദരിയാണ് മരിയ സിമ്മ. മരിയ സിമ്മയ്ക്കുണ്ടായ അനുഭവങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ കാര്യങ്ങൾ ഇപ്പോൾ വായിച്ച കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അറിയും. അവരെ സഭ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവർ മരണപ്പെട്ടത്. കന്യാസ്ത്രീയാകാൻ പോയിട്ട് അവിടെ നിന്ന് എല്ലാ മഠങ്ങളിൽ നിന്നും ദുർബലയാണ് നിനക്ക് ആരോഗ്യമില്ല എന്ന് പറഞ്ഞ് മടക്കുമായിരുന്നു അത്രേ. കുറേ ജോലികൾ ചെയ്യും ഈ സഹോദരി, പക്ഷേ അവസാനം മടക്കും. അതെന്തുകൊണ്ടാണെന്ന് ഇദ്ദേഹത്തിന് പിന്നീടാണ് മനസ്സിലായത്. ആത്മാക്കളുടെ സഹനത്തിനായിട്ട്, ആത്മാക്കൾക്ക് വേണ്ടി സഹിക്കാൻ ദൈവം തിരഞ്ഞെടുത്തതാണ് അവരെ കന്യാസ്ത്രീയാക്കാനല്ല ഉദ്ദേശിച്ചത്. പക്ഷേ അവർ വിവാഹം കഴിക്കാതെ ഒരു മലമുകളിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. ധാരാളം ശുദ്ധീകരാത്മാക്കൾ ഇവരെ കാണാൻ വന്നിരുന്നു. അതായത് കാണാൻ വന്നിരുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം മനസ്സിലാക്കണം. ശുദ്ധീകരണ സ്ഥലത്തു നിന്നും കെട്ടി എല്ലാവരും ഇവിടെ വരികയല്ല. അതവർക്ക് കൊടുക്കുന്ന ദർശനമായിട്ട് നമ്മൾ കാണണം. അതവരും പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് 25 വയസ്സുള്ളപ്പോഴാണ് ആത്മാവ് ആദ്യമായിട്ട് വരുന്നത്. എന്നിട്ട് അവരോട് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയും, പ്രാർത്ഥിക്കണമെന്ന് പറയും. അതുകൊണ്ട് വലിയ സഹനങ്ങളിലൂടെ ഈ സഹോദരി കടന്നു പോയിട്ടുണ്ട്. ഇവരുടെ അമ്മയും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിച്ചിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇവരോട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ വന്നു പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഒരു സ്ഥലമോ ഒരു അവസ്ഥയോ ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ അതിൽ 3 പ്രധാനപ്പെട്ട തലങ്ങളുണ്ടത്രേ. 3 പ്രധാനപ്പെട്ടത് കേട്ടോ, ചെറുതായിട്ടുള്ള തലങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ആ 3 തലങ്ങളിലും അവസാനത്തെ തലത്തിലെ കാര്യം വലിയ സഹനമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ സഹോദരിയുടെ ആദ്യത്തെ ഒരു അനുഭവമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഈ സഹോദരിയുടെ അടുത്ത് ഭാര്യ മരിച്ചിട്ട് അധികം നാളായിട്ടില്ലാത്ത ഒരു വ്യക്തി വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വീട്ടിൽ അസാധാരണമായ കാര്യങ്ങളൊക്കെയാണ് രാത്രിയിൽ സംഭവിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ഈ മരിയ സിമ്മ ആ വീട്ടിൽ ഒരു ദിവസം താമസിച്ചു. അങ്ങനെ രാത്രിയായപ്പോൾ മുറികളിൽ തട്ടലും മുട്ടലും ഒക്കെ കേൾക്കാൻ തുടങ്ങിയെന്ന്. അപ്പോൾ സാധാരണ ചോദിക്കുന്ന പോലെ മരിയ ചോദിച്ചു, ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് എന്ന്. അപ്പോൾ പെട്ടെന്ന് ശബ്ദങ്ങളൊക്കെ ഉച്ചത്തിലായി. അങ്ങനെ നോക്കുമ്പോൾ മരിയ കാണുകയാണ് ഒരു വലിയൊരു മൃഗം അവിടെ വന്ന് നിൽക്കുന്നു. അതിൻ്റെ പിന്നിൽ ഒരു കൂറ്റൻ സർപ്പം വന്ന് അപ്പാടെ അതിനെ വിഴുങ്ങുന്നതും കണ്ടു. എന്നിട്ട് ഈ ദൃശ്യം അപ്രത്യക്ഷമായി. മരിയ തന്നെ ഭയപ്പെട്ടു. ഇത് ദർശനമാണ് കേട്ടോ. അങ്ങനെ പേടിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് ഇതിനെക്കുറിച്ച് നന്നായി അറിയുന്നൊരു വ്യക്തിയോട് മരിയ ഇത് ചോദിച്ചു, ഇങ്ങനെ കണ്ടു എന്ന്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ആദ്യം കണ്ട മൃഗം ഒരു ഹിപ്പോപ്പൊട്ടാമസ് ആയിരുന്നു ദർശനത്തിൽ കണ്ടത്. അതായത് കഠിന ഹൃദയത്തിൻ്റെ പ്രതീകമാണ് അതെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ആ സ്ത്രീ ഒരു ഹിപ്പോപ്പൊട്ടാമസായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് ജീവിക്കുന്നു എന്നല്ല. ഇത് മരിയ സിമ്മയ്ക്ക് കൊടുത്ത ഒരു ദർശനം. ഈശോ ഉപമകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ, അതുപോലെ ദർശനം പലതരത്തിൽ കൊടുത്ത് അത് മനസ്സിലാക്കിപ്പിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്, ഈ സ്ത്രീയെയാണ് ഹിപ്പോപ്പൊട്ടാമസായിട്ട് ദൈവം കാണിച്ചു കൊടുക്കുന്നത് പ്രതീകമായിട്ട്. അപ്പോൾ വീട്ടുടമസ്ഥനോട്, അതിൻ്റെ ഭർത്താവിനോട് മരിയ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ കാണുന്നത് എന്ന്. അദ്ദേഹം പറയാണ്, അയാളുടെ ഭാര്യയ്ക്ക് 30 വർഷമായി മറ്റൊരു സ്ത്രീയോട് വലിയ വൈരാഗ്യമുണ്ടായിരുന്നു എന്ന്. 30 വർഷമായിട്ട്
വലിയ വൈരാഗ്യമുണ്ടായിരുന്നു ഈ സ്ത്രീക്ക്. ആ വൈരാഗ്യമുണ്ടായതുകൊണ്ടാണ്, വെറുപ്പ് വൈരാഗ്യത്തിലിരിക്കുന്ന ഒരാത്മാവിൻ്റെ സ്ഥിതിയാണ് ഈ ഹിപ്പോപ്പൊട്ടാമസ്. കാരണം എന്ത് തെറ്റ് ചെയ്താലും മറ്റേ ഭാഗത്തുള്ള സ്ത്രീ രമ്യതപ്പെടാൻ തയ്യാറായി വന്നിട്ടും ഈ സ്ത്രീ ക്ഷമിക്കാനോ പൊറുക്കാനോ കൂട്ടാക്കിയില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഈ സ്ത്രീ മരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീയുടെ പിന്നിൽ കാണുന്ന പാമ്പ് അത് സാത്താനാണ്. ഇങ്ങനെ വെറുപ്പോടും വൈരാഗ്യത്തോടും ക്ഷമിക്കാതെ മരിക്കുന്നവർ മാരകമായ പാപമാണത്. അവർ ഈ മരിയ കണ്ടതുപോലെയുള്ള 3-ാം തലത്തിലായിരിക്കും കിടക്കുക. 3-ാം തലം എന്ന് പറഞ്ഞാൽ മറ്റുള്ള വിശുദ്ധരിലും ഒക്കെ 7 തട്ടുകൾ കണ്ടു അങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന ഈ 3 തലം എന്ന് പറയുന്നത് മെയിനായിട്ട് 3 തലങ്ങളിലെ അവസ്ഥകൾ. അതായത് നല്ല ആത്മാക്കൾക്ക് അവരുടെ മോചനത്തിന് കുറച്ച് സഹിച്ചാൽ മതി, അവരാണ് ആദ്യത്തെ തട്ടിൽ കിടക്കുന്നത്. പിന്നെയുള്ളവർക്ക് കുറച്ചുകൂടി അധികമായത് സഹിക്കണം. ആ 2-ാം തട്ടിൻ്റെ ഉള്ളിൽ തന്നെ തലത്തിൽ തന്നെ കുറേ തട്ടുകളുണ്ടായിരിക്കാം. 1-ാം തലത്തിൽ തന്നെ കുറേ തട്ടുകളുണ്ടായിരിക്കാം. പിന്നെ മരിയയ്ക്ക് വെളിപ്പെടുത്തി കിട്ടിയത് 3-ാം തലമാണ്. 3-ാം തലം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലും കുറേ തട്ടുകളുണ്ട്. പക്ഷേ ഈ 3-ാം തലത്തിലുള്ള ആത്മാക്കൾ വളരെയധികം വെറുപ്പ് വൈരാഗ്യം അതുപോലെ മാരകപാപം ചെയ്ത് കിടക്കുന്നവരാണ്. ആ 3-ാം തലത്തിലുള്ള ആത്മാക്കളെ പിശാചിന് ഉപദ്രവിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. 1-ഉം 2-ഉം തലത്തിലുള്ളവർക്ക് പിശാചിൻ്റെ ഉപദ്രവമൊന്നുമില്ല, അവർ ശാന്തമായി സഹിക്കും. അപ്പോൾ ഈ 3-ാം തലത്തിൽ ഏറ്റവും അടിയിൽ കിടക്കുന്നവരെ സാത്താൻ ആക്രമിക്കും. അതിൻ്റെ അർത്ഥം അതിൻ്റെ അപ്പുറത്ത് നരകമായിരിക്കും. അപ്പോൾ അവിടുത്തെ പിശാചികൾ ഈ 3-ാം തട്ടിലുള്ളവരെ അവരുടെ സ്ഥലത്തേക്ക്, നരകത്തിലേക്ക് കിട്ടാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. 1920കളിൽ ഒരു ജർമ്മൻ രാജകുമാരി എഴുതിയ ഡയറിയിൽ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഉയർന്ന പടിയെക്കുറിച്ചുള്ള വിവരണമാണ്. അതായത് ഉയർന്ന പടി എന്ന് പറയുമ്പോൾ സഹനത്തിൻ്റെ ഉയർന്ന പടി. അവിടെ ഭയങ്കര രാക്ഷസീയമായ സഹനങ്ങളുണ്ട് എന്നാണ് ആ രാജകുമാരി എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ താഴത്തെ പടിയിൽ കിടക്കുന്ന ആത്മാക്കളെ നമ്മൾ രക്ഷിക്കണം. മുകളിലത്തെ പടിയിലുള്ളവർക്കും വേണം. പക്ഷേ ഈ താഴത്തെ പടിയിൽ കിടക്കുന്നവർ സാത്താൻ്റെ ആക്രമണത്തിന് ഇരയാകുന്നവരാണ്. പരിശുദ്ധ കുർബാനയും നന്മ പ്രവൃത്തികളും അവർക്ക് ഏറെ പ്രയോജനമുള്ളതാണ്. ഈ സാത്താൻ്റെ നിരന്തരമായ ആക്രമണത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് നമ്മൾ സഹിക്കണം. നമ്മൾ അവർക്ക് വേണ്ടി ബലിയർപ്പിക്കണം. യോഗ്യതയോടെ പ്രാർത്ഥനകൾ ചൊല്ലണം. എന്നിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇതെല്ലാം കാഴ്ചവെക്കണം. അങ്ങനെ ഈ പാവപ്പെട്ട ആത്മാക്കൾ മാരകപാപം ചെയ്തതുകൊണ്ടാണ്, ക്ഷമിക്കാതെയൊക്കെ പോകുന്നതുകൊണ്ടാണ് അവരവിടെ കിടക്കേണ്ടി വരുന്നത്. പക്ഷേ സാത്താൻ അവരെ പിടിച്ചു വലിക്കും അവരുടെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ. അതുകൊണ്ട് നമ്മളവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമെന്നാണ് മരിയാസിമ പറയുന്നത്. മരിയാസിമ പറയുകയാണ്, ഈ ആത്മാക്കൾ അവിടെ കിടക്കുന്ന കിടപ്പും അവരുടെ സഹനങ്ങളും കണ്ടാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. ഈ ഭൂമിയിലുള്ളവർ നമ്മളിത് അറിയുന്നുണ്ടോ? നമ്മൾ തിന്നും കുടിച്ചും സന്തോഷിച്ചും ആഘോഷങ്ങൾക്ക് പങ്കെടുത്തും ജീവിക്കുമ്പോൾ കുറേ ആത്മാക്കൾ, കൊടാനുകൂടി ആത്മാക്കൾ അവിടെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലും അവരെ ഓർത്ത് അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കാഴ്ചവെക്കണം. സാത്താൻ്റെ നിരന്തരമായ ആക്രമണത്തിനിരയാകുന്ന 3-ാം തട്ടിലെ ആളുകൾ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവരെ രക്ഷിക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനോടും ദൂതന്മാരോടും പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ തലങ്ങളിൽ കിടക്കുന്ന ആത്മാക്കളെ നമ്മൾ രക്ഷിക്കണം. ഈ ഒരു
പങ്കുവയ്ക്കലിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ ക്ഷമിക്കാതെ മരിച്ചാൽ നമ്മുടെ അവസ്ഥ വളരെ മോശമാണ്. നമ്മളെ ആര് എന്തൊക്കെ ചെയ്താലും നമ്മൾ അവരോട് ക്ഷമിക്കണം, വെറുക്കരുത്. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നമ്മളെ ചതിക്കുകയോ അപവാദം പറയുകയോ നമ്മുടെ മെക്കെട്ട് കയറി വന്ന് കുറേ നമ്മളെ വേദനിപ്പിക്കുകയോ നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം നമ്മുടെ വീട്ടിലുള്ളവരോട് തന്നെ നമുക്ക് ദേഷ്യവും വെറുപ്പൊക്കെ വരുന്നത്. മാനുഷികമാണ് അങ്ങനെ വരുന്നത് എങ്കിലും ഉടനടി നമ്മൾ ആത്മപരിശോധന ചെയ്യണം. അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മൾ അവരെ വെറുക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ മനസ്സിൽ ഉഴുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരോട് ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിക്കാതെ മരിച്ചാൽ ഒരു ഹിപ്പപ്പൊട്ടാമാസിൻ്റെ അവസ്ഥയിൽ നമ്മളെത്തും. ആ ഹിപ്പപ്പൊട്ടാമാസിനെ സർപ്പം വിഴുങ്ങാൻ കാത്തിരിക്കും, അതായത് ക്ഷമിക്കാത്ത ആത്മാക്കളെ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം. നമുക്ക് എത്ര വേദനകൾ മറ്റുള്ളവരിൽ നിന്ന് വന്നാലും നമ്മൾ അവരെ വെറുക്കരുത്. മാനുഷികമാണ്, നമുക്ക് വെറുപ്പ് വരുമെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിൽ ഈ വെറുപ്പോടുകൂടി പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ചിന്തിച്ച് നമുക്ക് ഈശോയുടെ മുമ്പിൽ അവരോട് ക്ഷമിക്കാം. അവരെന്തെങ്കിലും ചെയ്യട്ടെ, എന്തെങ്കിലും പറയട്ടെ, നമ്മുടെ മനസ്സിൽ വെറുപ്പ് വരാതെ നമുക്ക് സൂക്ഷിക്കാം. മരിയാസിമ്മയുടെ ഈ അനുഭവം നമുക്ക് നമ്മുടെ ഹൃദയത്തിലൊരു പാഠമായിട്ടിരിക്കട്ടെ. മരിച്ചു പോയതിന് ശേഷം ഒരു ഹിപ്പപ്പൊട്ടാമസ് ആകാൻ നമ്മളൊരിക്കലും തുനിയരുത്, അതിനിട കൊടുക്കരുത് നമ്മൾ. അതുപോലെ സാത്താൻ്റെ ആക്രമണത്തിന് ഇരയാകുന്ന തരത്തിലേക്ക് പോകാൻ ഒരിക്കലും ഇടവരരുത്. അതുപോലെ മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ ഹിപ്പപ്പൊട്ടാമാസിൻ്റെ അവസ്ഥയിൽ ക്ഷമിക്കാതെ പോയിട്ടുള്ള ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കൊന്നുകൂടെ മനസ്സിൽ തീരുമാനിക്കാം, നമ്മളെ ആര് എന്തൊക്കെ ചെയ്താലും നമ്മൾക്ക് അവരോട് വെറുപ്പ് വരാൻ പാടില്ല. നമ്മൾ വെറുക്കരുത്, ക്ഷമിക്കണം. അതിനുവേണ്ടി നമ്മൾ കഠിനമായി പ്രാർത്ഥിച്ചോളൂ, ക്ഷമിക്കാൻ കൃപ കിട്ടാൻ. അതുപോലെ ഹിപ്പപ്പൊട്ടാമാസിൻ്റെ പോലെ വെറുത്ത് വൈരാഗ്യത്തിൽ മരിച്ചു പോയവരുടെ ഗതി എന്താണ്? അവർ സാത്താൻ ആക്രമണത്തിൽ പെട്ടുകിടക്കുകയാണ്. അവർ നരകത്തിൽ പോകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥന കൊണ്ടും കുർബാന അർപ്പിച്ചും അവരെ സഹായിക്കണം. ദൂതന്മാരോട് പ്രാർത്ഥിക്കണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം. അങ്ങനെ നിരന്തരമായ പ്രാർത്ഥനയും, നമ്മളിവിടെ ഒരാളോട് ക്ഷമിക്കുമ്പോൾ ക്ഷമിക്കാതെ മരിച്ച ആ ആത്മാവിന് ആശ്വാസം കിട്ടും. നമുക്ക് ട്രൈ ചെയ്യാം, പരിശ്രമിക്കാം. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, മറക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, സഹിക്കുക എന്ന് പറഞ്ഞാൽ തീരെ എളുപ്പമല്ല. ക്ഷമിക്കുക, മറക്കുക, സഹിക്കുക. നമുക്ക് പാവപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി അങ്ങനെയൊരു തീരുമാനം എടുക്കാം. കാരണം 2-ാം തീയതിയിലെ ധ്യാനത്തിൽ നമ്മൾ കണ്ടല്ലോ, എല്ലാ മതവിഭാഗക്കാരും ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. ഇനി നമുക്ക് ഇന്നത്തെ ജപം വായിക്കാം. സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായ സർവേശ്വര, മരിച്ച അങ്ങേ അടിയാർക്ക് വേണ്ടി ഭക്തിപൂർവ്വം ചെയ്യപ്പെടുന്ന അപേക്ഷയെ കൈക്കൊണ്ട് അവർ ഏറ്റവും തീക്ഷ്ണമായി ഇച്ഛിക്കുന്ന പാപപരിഹാരം അവർക്ക് നൽകി അരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സദാ ജീവിക്കുന്നവനായ സർവേശ്വര കർത്താവേ, ഈ പ്രാർത്ഥനയെ ദയയോടെ കേട്ടരുളണമേ. എല്ലാ ദിവസവും ചൊല്ലണം എന്ന് പറഞ്ഞ 1-ാം തീയതി ഒരു പ്രാർത്ഥനകൾ പറഞ്ഞല്ലോ, 5 സ്വർഗസ്ഥനായ അത് ചെല്ലണം എല്ലാ ദിവസവും. ഈശോയെ ഞങ്ങളുടെ മേൽ ദയായിരിക്കണമേ എന്നാണ് സുകൃതജപം. ഇന്നത്തെ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ചൊരു കുർബാന ചൊല്ലിക്കണം, അല്ലെങ്കിൽ പോയി കണ്ട് സമർപ്പിക്കണം. ഈ മാസം നമുക്കൊരു തീരുമാനമെടുക്കാം, എല്ലാ ദിവസത്തെയും സൽക്രിയകളും നമ്മൾ ചെയ്യണം. അതുപോലെ ഓരോ ദിവസവും നമ്മൾക്ക് കിട്ടുന്ന ചിന്തകൾ എഴുതി വയ്ക്കണം. ഇന്നും നമ്മളോട് പറയുന്നത് എല്ലാ മതവിഭാഗക്കാരും ഈ മരിച്ചവരെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊരു വിശ്വാസ സത്യമാണ്. അതുപോലെ ക്ഷമിക്കാതെ മരിക്കുന്നവർ ഹിപ്പപ്പൊട്ടാമാസിൻ്റെ രൂപത്തിലായിരിക്കും അവിടെ. പിന്നെ 3-ാം തലത്തിൽ കിടക്കുന്നവരെ സാത്താൻ ആക്രമിക്കും. കാരണം അത് നരകത്തോട് അടുത്താണ്. നമ്മളവരെ രക്ഷിക്കണം. നമ്മൾ കുർബാനകൾ ചൊല്ലി അവരെ രക്ഷിക്കണം, പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലണം. പരിശുദ്ധ അമ്മ എല്ലാ പ്രത്യക്ഷീകരണത്തിലും പറയുന്നത് പോലെ. അപ്പോൾ നമുക്ക്
വേറൊരു തീരുമാനമെടുക്കാൻ. നമ്മളെ ആരെ എങ്ങനെ വേദനിപ്പിച്ചാലും നമ്മൾ വിഷമമൊക്കെ വരും, നമുക്ക് വേദനയൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾ വെറുക്കരുത് അവരെ. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ഷമിക്കണം. അത് വിചാരിച്ച് നമ്മളെ എപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് ശാരീരികമായി പോയി രമ്യതപ്പെടാനൊന്നുമല്ല പറയുന്നത്. ചിലപ്പോൾ അത് വീണ്ടും ബുദ്ധിമുട്ടുകളിലേക്ക് വരും. അതുകൊണ്ട് നമ്മളിവിടെ ഇരുന്ന് മനസ്സിൽ അവരെ വെറുക്കാതെ, അവരിങ്ങനെ സാത്താൻ്റെ പിടിയിൽപ്പെട്ടിട്ടുള്ള ഒരു ആത്മാവാണ്, ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ ആളുകളെ അതിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ വേദനകളും ക്ഷമിക്കാനായിട്ട് നോക്കുക. പറ്റണില്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് പറയുക, അമ്മ അതിനുള്ള വഴി ഒരുക്കും. ഇതാണ് ഇന്നത്തെ ധ്യാനത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ചിന്തകൾ. പ്രിയ സഹോദരങ്ങളെ, 3 തലങ്ങളിലും പല തട്ടുകളിലുമായിട്ട് കിടക്കുന്ന ആത്മാക്കൾ പലതരം പാപങ്ങൾ ചെയ്തിട്ട് അവരെ നമുക്ക് ഓർക്കാം. എല്ലാ ദിവസവും ഞാൻ ലുത്തീനിയ ഇടുന്നില്ല കേട്ടോ. ആദ്യത്തെ ദിവസം ലുത്തീനിയ നമ്മൾ ഇട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ലുത്തീനിയ തന്നെ ഇട്ട് നോക്കിയാൽ, കയ്യിൽ പുസ്തകമില്ലാത്തവർക്ക് ആ ലുത്തീനിയ വായിക്കാം. 2 വർഷങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, രാത്രി സമയത്ത് ഞാൻ കേട്ട പാട്ട്. ആ പാട്ട് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അതിൽ പറയുന്നതും ഇതിൽ പറയുന്നതുമൊക്കെ സത്യമാണെന്ന് ചിലപ്പോൾ എനിക്ക് മനസ്സിലാകാറുണ്ട്. അഗാധത്തിൽ നിന്നും വിളിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായിട്ട്. സമരസഭയിലെ മക്കളുടെ സഹായം തേടുന്ന സഹനസഭയിലെ മക്കളെ നമുക്ക് മറക്കാതിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും തീർച്ചയായും. ആമേൻ.